ബാക്ക് ടു ലൈഫ് സ്റ്റോറീസ് വിത്ത് ഗായത്രി അരുൺ. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാചകം ഏതായിരിക്കും? എന്തൊരു ചൂടാണപ്പാ, എന്തൊരു ചൂടാണ്. സത്യമല്ലേ? AC ഇട്ട റൂമിൽ നിന്ന് ഇറങ്ങാൻ തോന്നാത്ത അവസ്ഥയാണ്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ. ഇനി അങ്ങോട്ടേക്ക് ഇത് തന്നെയായിരിക്കും അവസ്ഥ. കാരണം ഇയർ ബൈ ഇയർ ഈ കാലാവസ്ഥ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ തന്നെയാണ് എല്ലാത്തിനും ഉത്തരവാദി. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള, വളരെ നമ്മൾ കേരളത്തിൽ ഭയങ്കര ലക്കിയാന്നാണ് പറയുക. കാരണം അങ്ങനത്തെ വെതറായിരുന്നു. നമുക്ക് ആവശ്യത്തിന് മൺസൂൺ മഴ കിട്ടുന്നൊരു സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതനുസരിച്ച് മാറ്റുക എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ വെതറിന് അനുസരിച്ചുള്ള രീതിയിൽ നമ്മുടെ വസ്ത്രധാരണമാവട്ടെ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആവട്ടെ, ഫുഡ് ഹാബിറ്റ്സ് ആവട്ടെ, ഇതെല്ലാം അതനുസരിച്ച് മാറ്റുക എന്നുള്ളതേ നമുക്ക് ഇനി ചെയ്യാൻ കഴിയുള്ളൂ. സമയത്ത് ബോഡി നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ടും ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ പറയാറുണ്ട് 8 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നുള്ളത്. 8 മുതൽ 12 ഗ്ലാസ് വെള്ളം മിനിമം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ബോഡി ഹൈഡ്രേറ്റഡ് ആക്കുന്ന ഇത്തരം ഫ്രൂട്ട് ജ്യൂസസ്, സാലഡ്സ് ഒക്കെ മാക്സിമം നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സൺ പ്രൊട്ടക്ഷൻ ആണ്. പീക്ക് ടൈമിൽ, അതായത് 11 മണി തൊട്ട് ഒരു 3 മണി വരെയുള്ള സമയത്ത് ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇനി അഥവാ പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ നല്ല സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട്, അതായത് 50++ ഒക്കെയുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്തിട്ട് പോകാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ വെതർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ എപ്പോഴും ഈവൻ കല്ലൂൻ്റെ സ്കൂളിൽ പോലും പറഞ്ഞൊരു കാര്യമാണ്, കുഞ്ഞുങ്ങളുടെ യൂണിഫോമിൽ പോലും വെതർ ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂണിഫോംസ് കൊണ്ടുവരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? കാരണം ഇന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ ഫോളോ ചെയ്യുന്ന യൂണിഫോം എന്ന് പറയുന്നത് ഊട്ടിയിലൊക്കെ ഒരു വെസ്റ്റേൺ കൾച്ചറിലുള്ള ഭയങ്കര എക്സിക്യൂട്ടീവ് ഫോമിലുള്ള ടൈയും കോട്ടും ഷൂസും സോക്സും ഒക്കെ ഇട്ട് ഈ സമ്മറിനൊട്ടും പറ്റാത്ത യൂണിഫോമാണ് കുഞ്ഞുങ്ങൾ ഈ ചൂട് സമയത്ത് ഇടുന്നത്. സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോൾ മഴയാണ്, പക്ഷേ അത് തുടങ്ങുന്നില്ല. അതായത് വെക്കേഷൻ ആവുന്നതിന് മുമ്പ് മാർച്ച് വരെയുള്ള, ഒരു സെപ്റ്റംബർ ടു മാർച്ച് വരെയുള്ള സമയവും വളരെ ചൂടുള്ള സമയമാണ്. അപ്പം സമ്മർ ടൈം നമുക്ക് ഇപ്പോൾ കൂടി വരികയാണ്. അപ്പം വെതർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാലഡ്സ് നമ്മുടെ ഡയറ്റിൽ ഡെയിലി ഇൻക്ലൂഡ് ചെയ്യുന്നത് ബോഡിയെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യും. ഗട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ സാലഡ്സ് കൂടുതൽ യൂസ് ചെയ്യാൻ പറയുന്നതിൻ്റെ ഒരു റീസൺ എന്താ വെച്ചാൽ, നമ്മുടെ വീട്ടിലെ റൂം ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് അധികം നമ്മുടെ സ്റ്റൗവും ബർണറൊക്കെ യൂസ് ചെയ്യാതെ കഴിയുന്നതും ഇതുപോലുള്ള കാര്യങ്ങൾ, സാലഡ്സ്, അങ്ങനെ റോ ആയിട്ടുള്ള ഫുഡാണ് ഈ സമയത്ത് കഴിക്കുന്നതെങ്കിൽ ഹോം ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിന്ന് ഒരു സമ്മർ സ്പെഷ്യൽ സാലഡ് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഏറ്റവും മിനിമം ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു, എൻ്റെ ഫേവറേറ്റ് ഒരു സാലഡ് ഞാൻ കാണിച്ചു തരാം. അതിന് നമുക്ക് നല്ല ചിൽഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സാലഡ് ക്യൂക്കംബറാണ്. അതും ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്തതാണ്. ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല തണുത്ത തൈര്, പുളിയില്ലാത്ത തൈര്, കുറച്ച് മല്ലിയില, കുറച്ച് ജിഞ്ചറല്ല ഗാർലിക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ ഒലിവ് ഓയിൽ, അത് ഡ്രസ്സ് ചെയ്യാനുള്ള സാധനങ്ങൾ, ഒലിവ് ഓയിൽ, ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പെപ്പർ പൗഡറാണ് യൂസ് ചെയ്യുന്നത്, ഉപ്പ്. ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം, ചെറുതായിട്ട് അരിയണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, നീളത്തിൽ ഇങ്ങനെ പീൽ ചെയ്യുന്ന പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ പീൽ ചെയ്യുന്ന പോലെയാണ് എടുക്കുന്നത്. അത് ഇങ്ങനെ പീൽ ചെയ്യുന്നൊരു ഇത് കൊണ്ടിട്ട് ജസ്റ്റ് പീൽ ചെയ്തെടുക്കുക. ഇതിന് ക്ഷമയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. ക്യുക്കംബറിൻ്റെ ആ സീഡ്സ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ആ തൊലി മാത്രം ഇങ്ങനെ പീൽ ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില, നല്ല കളർഫുൾ ആയിരിക്കും അല്ലേ, ഇന്ത്യയുടെ ഫ്ലാഗ് പോലെ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു തന്നെയാണ്. ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് ഇത്ര ആഡ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് കേർഡ് ആഡ് ചെയ്യണം.
ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ക്യുക്കമ്പർ, ക്യാരറ്റ്, മല്ലിയില, വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, തൈര്, പുളിയില്ലാത്ത തൈര് ഇത്രയും ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒലിവ് ഓയിലും ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ചെയ്യാം. ഇതിലിനി നിങ്ങൾക്ക് സീസണിങ്ങിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഹണി ആഡ് ചെയ്യാം, ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഹണി ആഡ് ചെയ്യാം, ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. ഞാനിതൊന്നും ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല, എനിക്ക് പുളി അധികം വേണ്ട, മധുരവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ചില്ലി ഫ്ലേക്സിന് പകരം ഞാൻ പെപ്പർ പൗഡറാണ് ചേർത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സോ മൈ മോസ്റ്റ് ഫേവറേറ്റ് സമ്മർ സ്പെഷ്യൽ സാലഡ് ഈസ് റെഡി. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തൊന്നും കാണിക്കുന്നില്ല, കാരണം ഞാൻ എപ്പോഴും കഴിക്കുന്നതാണ്, എൻ്റെ ടേസ്റ്റും എനിക്കറിയാം, നല്ല ടേസ്റ്റിയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡീഷണൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഒറിഗാനോയും ഒക്കെ ഉള്ളവർക്ക് കുറച്ച് വേണമെങ്കിൽ വേണമെങ്കിൽ ബട്ടർ ചേർക്കാം, ഒറിഗാനോ ചേർക്കാം, ചാട്ട് മസാല ചേർക്കാം, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഐറ്റവും ആഡ് ചെയ്യാം. ഇത് ബേസിക്കായിട്ടുള്ള നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയത്. സമ്മറിന് മാത്രമല്ല, നല്ല ഫില്ലിംഗ് ആണിത്. ഇത് ഏത് സമയത്ത്, രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ സമയത്താണെങ്കിലും രാത്രിയിൽ ഡിന്നറിന് പകരമായിട്ടോ എപ്പോൾ കഴിച്ചാലും വയറിന് ഭയങ്കര സുഖമാണ്. നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി ഒരു കൂൾ ഫീല് വരും. സോ നിങ്ങൾ എന്തായാലും ഈ സമ്മർ സ്പെഷ്യൽ സാലഡ് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് പറയുക. സോ ഹാപ്പി സമ്മർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.